ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ചേർക്കാൻ നമ്മൾ ഒരുമിച്ചു കൂടുന്ന സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകുകയാണ് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിലേക്ക്. ആഹാ, വളരെ മനോഹരമായൊരു അധ്യായം. അതെ, ദൈവഹിതം, പ്രാർത്ഥനയുടെ ശക്തി, പിന്നെ വിശ്വസ്തത, ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കിതിൽ കാണാം. തീർച്ചയായും സാറായുടെ ആ വേർപാടിന്റെ ദുഃഖമുണ്ടല്ലോ, അതിൽ നിന്ന് പുതിയൊരു പ്രതീക്ഷയിലേക്ക്, വാഗ്ദാനങ്ങൾ നിറവേറുന്നതിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഈ ഭാഗം. അബ്രഹാമിന്റെ വിശ്വാസം, ആ ദാസന്റെ അനുസരണം, പിന്നെ റിബേക്കയുടെ ആ ദയ, ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ നടത്തിപ്പ്, എല്ലാം ഇതിലുണ്ട്. ശരിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവഹിതം തേടേണ്ടതിന്റെ ഒരു പ്രാധാന്യം, പിന്നെ പുറമേ കാണുന്നതിനേക്കാൾ സ്വഭാവഗുണത്തിന്റെ ഒരു ഭംഗി, ദൈവത്തിന്റെ ആ വലിയ പദ്ധതിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഇതൊക്കെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? അതെ അതെ. അപ്പോൾ നമുക്കിതിലെ ഓരോ സംഭവങ്ങളിലേക്കും കുറച്ചുകൂടി അടുത്തു പോകാം. കഥ തുടങ്ങുന്നത് അബ്രഹാമിൽ നിന്നാണ്. നന്നായി പ്രായമായി, ദൈവം എല്ലാത്തിലും അനുഗ്രഹിച്ചൊരാള്. അപ്പോ അദ്ദേഹത്തിനൊരു ചിന്ത വന്നു. തന്റെ മകൻ, ആ വാഗ്ദത്ത പുത്രൻ ഈസഹാക്കിനൊരു ഭാര്യയെ കണ്ടെത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം തലമുറകളിലൂടെ കൈമാറേണ്ട ആ വാഗ്ദാനത്തിന്റെ തുടർച്ച അവിടെയാണല്ലോ. അതെ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്രഹാം വെറുതെ ഒരാളെ കണ്ടെത്താനല്ല പറയുന്നത്, ഒരു നിബന്ധന വെക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? തന്റെ മകന് ഭാര്യയെ ഈ കനാൻ ദേശത്തെ സ്ത്രീകളിൽ നിന്ന് എടുക്കരുതെന്ന് വളരെ ഉറപ്പിച്ചു പറയുകയാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ആ വാഗ്ദത്ത സന്തതിയുടെ ഒരു വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കണം. വിഗ്രഹാരാധന നടത്തുന്നവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഒരുപക്ഷെ മങ്ങിച്ചേക്കാമെന്നൊരു ഭയം, അല്ലെങ്കിൽ ഒരു ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരിയാണ്, ആ വിശ്വാസത്തിന്റെ വെളിച്ചം കേടാതെ സൂക്ഷിക്കണം. അതെ. അതിനുവേണ്ടി തന്റെ ഏറ്റവും വിശ്വസ്തനായ, എല്ലാ സ്വത്തിനും അധികാരിയായ ദാസനെ വിളിച്ചു. എന്നിട്ടൊരു ശപഥം ചെയ്യിക്കുകയാണല്ലേ, തുടയുടെ കീഴിൽ കൈവെപ്പിച്ച്. അതെ, അതൊരു ഗൗരവമുള്ള ഉടമ്പടിയാണ്. തന്റെ പഴയ ദേശത്ത്, തന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ പോയി ഇസാക്കിന് ഭാര്യയെ കൊണ്ടുവരണം, ഇതായിരുന്നു ദൗത്യം. പക്ഷേ ആ ദാസനൊരു സംശയം വന്നു, വളരെ പ്രായോഗികമായൊരു ചോദ്യം. ഒരുപക്ഷേ ആ പെൺകുട്ടിക്ക് എന്റെ കൂടെ വരാൻ മനസ്സില്ലെങ്കിലോ? ഞാൻ മകനെ അങ്ങയുടെ പഴയ നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണോ? നല്ല ചോദ്യം. കാരണം ദൗത്യം പരാജയപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അതെ. അവിടെയാണ് അബ്രഹാമിന്റെ വിശ്വാസം നമ്മൾ കാണുന്നത്. ഒരു സംശയവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു, അയ്യോ, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, സൂക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമായ യഹോവ, അവൻ നിനക്ക് മുമ്പായിട്ട് തന്റെ ദൂതനെ അയക്കും. എന്തൊരു ഉറപ്പാണത്! ശരിയാണ്, തന്റെ കഴിവിനപ്പുറം ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവം വഴിയൊരുക്കും എന്ന പൂർണ്ണ വിശ്വാസം. അതെ അതെ, ആ വിശ്വാസമാണ് ആ ദാസന് ധൈര്യം കൊടുത്തത്. അങ്ങനെ ആ ദാസൻ യാത്ര പുറപ്പെട്ടു. 10 ഒട്ടകങ്ങൾ, പിന്നെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെയുണ്ട് കയ്യിൽ. അരാം നെഹ്റായിമിലെ നാഹോരിന്റെ പട്ടണത്തിലേക്കാണ് യാത്ര. വലിയ ഉത്തരവാദിത്തമാണ് മനസ്സിൽ. പക്ഷേ യജമാനന്റെ വിശ്വാസം ഒരു ബലമായിട്ടുണ്ടാവും. സന്ധ്യ ആയപ്പോഴാണ് അവൻ ആ പട്ടണത്തിന് പുറത്തുള്ള കിണറ്റിന്റെ അടുത്തെത്തുന്നത്. ആ സമയം പ്രധാനമാണ്. സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന നേരം. അതെ, അവിടെ വെച്ചാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അതൊരു സാധാരണ പ്രാർത്ഥനയല്ല, ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന. എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമേ, എന്റെ കാര്യം ഒന്നിന് സാധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഒരടയാളം ചോദിക്കുകയാണല്ലേ? അതെ, വളരെ വ്യക്തമായൊരടയാളം. ഞാനൊരു പെൺകുട്ടിയോട് കുടിക്കാൻ തരുമെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയണം, കുടിച്ചോളൂ, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കോരിക്കൊടുക്കാമെന്ന്. അതെ, ആ പെൺകുട്ടി തന്നെ ആയിരിക്കണം ഇസഹാക്കിനായി ദൈവം നിയമിച്ചവൾ. ഇതാണ് പ്രാർത്ഥന. ഇതൊരു ചെറിയ കാര്യമല്ല. 10 ഒട്ടകങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കുക എന്നത് നല്ല അധ്വാനമുള്ള പണിയാണ്. തീർച്ചയായും. അസാധാരണമായ ഒരു ദയ, ഒരു സേവന മനോഭാവം, അതാണ് അവൻ അടയാളമായി ചോദിച്ചത്. തന്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവം തന്നെ വ്യക്തമായി ഇടപെടണമെന്ന ആഗ്രഹം. അവൻ പ്രാർത്ഥിച്ചു തീർന്നോ ഇല്ലയോ എന്നറിയില്ല, അപ്പോഴേക്കും അതാ വരുന്നു റിബേക്ക. കൃത്യസമയത്ത്. അതും ആരാണ്? അബ്രഹാമിന്റെ സഹോദരൻ നാഹോറിന്റെ കൊച്ചുമകൾ, ബെതുവേലിന്റെ മകൾ. അപ്പോ അബ്രഹാമിന്റെ ചാർച്ചക്കാരെ തന്നെ. കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, കന്യകയാണ്, തോളിൽ കുടവുമായി വരുന്നു. ആ ദാസൻ വേഗം ഓടിച്ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ചു. അവൾ സന്തോഷത്തോടെ കുടമിറക്കി വെള്ളം കൊടുത്തു. പക്ഷെ അത്ഭുതം അതല്ല. അവൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു,
അങ്ങയുടെ ഒട്ടകങ്ങൾ കുടിച്ചു കഴിയുന്നതുവരെ ഞാൻ അവയ്ക്കും കോരിക്കൊടുക്കാം. ചോദിക്കാതെ തന്നെ 10 ഒട്ടകങ്ങൾക്ക്. അതെ, ഇത് അവളുടെ സൗന്ദര്യത്തെക്കാളും വലിയൊരു കാര്യമാണ് കാണിക്കുന്നത്. അവളുടെ സ്വഭാവം, ദയ, കഷ്ടപ്പെടാനുള്ള മനസ്സ്, അതിഥി സൽക്കാരം എല്ലാം അതിലുണ്ട്. ആ 10 ഒട്ടകങ്ങൾക്ക് എത്ര വെള്ളം വേണ്ടിവരും? അതിനെത്ര തവണ കുനിഞ്ഞു വെള്ളം കോരണം? ശരിയാണ്. അത് ഓർക്കുമ്പോഴാണ് ആ പ്രവൃത്തിയുടെ വലിപ്പം മനസ്സിലാവുന്നത്. ആ ദാസൻ ഒന്നും മിണ്ടാൻ പറ്റാതെ അവളെ നോക്കി നിന്നുപോയി കാണും. ഉറപ്പായിട്ടും താൻ പ്രാർത്ഥിച്ച അടയാളം കൺമുന്നിൽ നടക്കുന്നു. അവന്റെ മനസ്സിൽ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. അവൾ ആരാണെന്നും വീട്ടിൽ താമസിക്കാൻ സൗകര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവൾ അബ്രഹാമിന്റെ ബന്ധുവാണെന്നറിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ വണങ്ങി സ്തുതിച്ചു. എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ദൈവം എന്നെ വഴിതെറ്റാതെ എന്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എത്ര പെട്ടെന്നാണ് ഉത്തരം കിട്ടിയത്, എത്ര കൃത്യമായിട്ട്. അതെ, അവിടെ യാദൃച്ഛികമായി ഒന്നുമില്ല. പ്രാർത്ഥന, അടയാളം, ശരിയായ വ്യക്തി, അവളുടെ സ്വഭാവം, കുടുംബ പശ്ചാത്തലം എല്ലാം ദൈവം ഒരുക്കിയതുപോലെ. റിബേക്ക വേഗം വീട്ടിലേക്ക് ഓടിപ്പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ സഹോദരൻ ലാബാൻ സഹോദരിയുടെ കയ്യിലെ ആ സ്വർണവളകളും മൂക്കുത്തിയുമൊക്കെ കണ്ടപ്പോ അവൻ വേഗം പുറത്തേക്ക് വന്നു. അതെ, ദാസനെ കണ്ടു, കാര്യങ്ങൾ കേട്ടു, സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു, ഒട്ടകങ്ങൾക്ക് തീറ്റ കൊടുത്തു, കാലുകഴുകാൻ വെള്ളം കൊടുത്തു. എന്നാൽ വീട്ടിലെത്തി ഭക്ഷണം മുന്നിൽ വെച്ചപ്പോൾ ദാസൻ പറഞ്ഞു, ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അതവന്റെ ആ ദൗത്യത്തോടുള്ള ഒരു വിശ്വസ്തതയാണ് കാണിക്കുന്നതല്ലേ? അതെ. അവൻ എല്ലാം വിശദീകരിച്ചു. താൻ ആരാണ്, യജമാനൻ അബ്രഹാം, അദ്ദേഹത്തിന്റെ അനുഗ്രഹം, മകൻ ഇസഹാക്ക്, ഭാര്യയെ കണ്ടെത്താനുള്ള നിർദ്ദേശം, ചെയ്ത ശപഥം, പിന്നെ ആ കിണറ്റിൻകരയിലെ പ്രാർത്ഥന. റിബേക്ക എങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്നു എന്നുള്ളതുവരെ അതെല്ലാം പറഞ്ഞു. ദൈവം എങ്ങനെയാണ് തന്നെ വഴി നടത്തിയതെന്ന് സാക്ഷ്യപ്പെടുത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ യജമാനനോട് ദയയും വിശ്വസ്തതയും കാണിക്കാൻ താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഇതെല്ലാം കേട്ടപ്പോൾ ലാബാനും അപ്പനായ ബെഥൂവേലും അത്ഭുതപ്പെട്ടു. അവർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു, ഈ കാര്യം യഹോവയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ പറ്റില്ല. ദാ റിബേക്ക നിന്റെ മുന്നിലുണ്ട്, അവളെ കൊണ്ടുപോയിക്കോളൂ. യഹോവ പറഞ്ഞതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ. ദൈവഹിതത്തിന് അവർ കീഴടങ്ങി. പിറ്റേന്ന് രാവിലെ ദാസൻ പറഞ്ഞു, എനിക്ക് പോകണം. വീട്ടുകാർ പറഞ്ഞു, ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പോയാൽ പോരെ. മകളെ പെട്ടെന്നയക്കാനൊരു വിഷമം കാണുമല്ലോ. സ്വാഭാവികം. പക്ഷെ ദാസന്റെ ഉത്സാഹം നോക്കൂ. യഹോവ എന്റെ യാത്രയെ സാധിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ താമസിക്കാൻ അനുവദിക്കരുത്. ദൗത്യം പൂർത്തിയാക്കിയതിന്റെ ഒരു സന്തോഷം. അവസാനം അവർ റിബേക്കയോട് തന്നെ ചോദിച്ചു, നീ ഇവന്റെ കൂടെ പോകുന്നു? അവളുടെ മറുപടി എന്തായിരുന്നു? വളരെ ധൈര്യത്തോടെ, ഞാൻ പോകാം. അപരിചിതമായ ഒരു നാട്ടിലേക്ക്, ഇതുവരെ കാണാത്തൊരാളെ വിവാഹം കഴിക്കാൻ പോകാനുള്ള ആ തീരുമാനം, അതൊരു വലിയ വിശ്വാസത്തിന്റെ പടിയാണ്. ഒരു പക്ഷേ ദൈവത്തിലാണ് അവൾ ആശ്രയിച്ചത്. അങ്ങനെ അനുഗ്രഹങ്ങളോടെ, പ്രാർത്ഥനയോടെ അവർ റിബേക്കയെ ആ ദാസന്റെ കൂടെ യാത്രയാക്കി. അതേസമയം തെക്ക് നെഗേവ് ദേശത്ത് ലാഹൈറോയി എന്ന കിണറിന്റെ ഭാഗത്ത് ഇസ്ഹാക്ക് വൈകുന്നേരം ധ്യാനിക്കാൻ വേണ്ടി വെളിംപ്രദേശത്തേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അവൻ ധ്യാനിക്കുന്ന ഒരാളായിരുന്നു. അതെ. അപ്പോഴാണ് ദൂരെ ഒട്ടകക്കൂട്ടം വരുന്നത് കാണുന്നത്. റിബേക്കയും അവനെ കണ്ടു. ഉടനെ അവൾ ഒട്ടകപ്പുറത്തു നിന്നിറങ്ങി, എന്നിട്ട് ദാസനോട് ചോദിച്ചു, അതാരാണ് വരുന്നത്? ദാസൻ പറഞ്ഞു, അതാണ് എന്റെ യജമാനൻ. അപ്പോൾ അവൾ മൂടുപടമെടുത്ത് മുഖം മറച്ചു. അന്നത്തെ ഒരു ആചാരമാണത്. ദാസൻ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഇസാക്കിനോട് പറഞ്ഞു. ദൈവം എങ്ങനെയാണ് റിബേക്കയെ കണ്ടെത്തി കൊടുത്തതെന്ന്. ആ കഥ കേട്ടപ്പോ ഇസാക്ക് റിബേക്കയെ സ്വീകരിച്ചു. അവളെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവളെ സ്നേഹിച്ചു. അമ്മ മരിച്ചതിലുള്ള അവന്റെ ദുഃഖത്തിന് റിബേക്ക ഒരാശ്വാസമായി മാറി. എന്തൊരു മനോഹരമായ ഒരു കൂടിച്ചേരല് അല്ലേ? ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ഒന്ന്. തീർച്ചയായും. വെറുമൊരു വിവാഹമല്ല, വാഗ്ദാനങ്ങളുടെ തുടർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ കഥ ഉൽപ്പത്തി 24 വർഷങ്ങൾക്കിപ്പുറം നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ ശക്തി. അതെ, പ്രത്യേകിച്ച് ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളെടുക്കുമ്പോൾ. ആ ദാസന്റെ പ്രാർത്ഥന നോക്കൂ, എത്ര വ്യക്തമായിരുന്നു അത്. വെറുതെ ഒരു നല്ല പെൺകുട്ടിയെ കിട്ടണേ എന്നല്ല. അല്ല, കൃത്യമായ ഒരു അടയാളം ചോദിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോഴോ ഒരു ജോലിക്ക് പോകുമ്പോഴോ ഇത്ര വ്യക്തമായി ദൈവഹിതം ചോദിക്കാൻ നമുക്കൊരു ധൈര്യമുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ കുറച്ച് മടിക്കുമല്ലേ?
പക്ഷേ ഈ അധ്യായം നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായി ദൈവത്തോട് പറയാം. അവന്റെ നടത്തിപ്പിലാണ് ഈ അടയാളങ്ങൾ ചോദിക്കാം. പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സംസാരമാണ്, ഒരു ബന്ധമാണ്. നമ്മൾ തുറന്നു പറയുമ്പോൾ ദാസൻ ഉത്തരം കിട്ടിയതുപോലെ നമുക്കും ദൈവം വഴി കാണിച്ചു തരും. ഒരുപക്ഷെ പ്രാർത്ഥനകൾ എഴുതിവെക്കുന്നത്, ഉപവസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവഭയമുള്ളവരോട് ഉപദേശം ചോദിക്കുന്നത്. അതെ, അതൊക്കെ സഹായിക്കും. ഏകാന്തതയിൽ ദൈവസ്വരം കേൾക്കാൻ ശ്രമിക്കുന്നത്. ദൈവം ഉത്തരം തരും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തില്. രണ്ടാമത്തെ കാര്യം സ്വഭാവത്തിന്റെ പ്രാധാന്യം. റിബേക്കയുടെ കാര്യം. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അവളെ തിരഞ്ഞെടുത്തതിലെ പ്രധാന ഘടകം അതായിരുന്നില്ല. അല്ല, അവളുടെ പ്രവൃത്തിയാണ്. ആ 10 ഒട്ടകങ്ങൾക്ക് വെള്ളം കോരിക്കൊടുത്ത മനസ്സ്, ആ സേവന സന്നദ്ധത, കഠിനാധ്വാനം, ദയ. അതെ, ഇന്നത്തെ ലോകം പുറമേയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. സൗന്ദര്യം, കഴിവുകൾ, നേട്ടങ്ങൾ. പക്ഷേ ഈ കഥ ഓർമ്മിപ്പിക്കുന്നു, യഥാർത്ഥ മൂല്യം ഉള്ളിലുള്ളതാണ്, സ്വഭാവ ഗുണത്തിനാണ്. ഒരു പങ്കാളിയെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെയോ സഹപ്രവർത്തകനെയോ ഒക്കെ നോക്കുമ്പോൾ അവരുടെ ഈ ആന്തരിക ഗുണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതൊരു ചിന്തയാണ്. നിസ്വാർത്ഥമായി സേവിക്കുന്ന, ദയയുള്ള, സത്യസന്ധതയുള്ള ഒരാളാണോ നമ്മൾ നോക്കുന്നത്? അതുപോലെ നമ്മുടെ സ്വഭാവം, അത് മറ്റുള്ളവർക്കൊരു ആശ്വാസമാണോ? റിബേക്കയുടെ ആ കുടത്തിലെ വെള്ളം പോലെ മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ? നല്ല ചോദ്യം. മൂന്നാമത്തെ പാഠം അനുസരണമാണ്. അതെ, പല തലങ്ങളിൽ നമ്മൾ അനുസരണം കാണുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് കൽപ്പന കൊടുത്തു, ദാസൻ അത് അതേപടി അനുസരിച്ചു. ദൈവഹിതമാണെന്ന് കേട്ടപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞനുസരിച്ചു. ഈ അനുസരണയാണ് ആ ദൈവിക പദ്ധതി മുന്നോട്ടു പോകാൻ കാരണം. ഇന്ന് പലപ്പോഴും നമ്മൾ കൊടുത്ത വാക്കുകൾ, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ എളുപ്പത്തിൽ മാറ്റിവെക്കും. പക്ഷേ ഈ കഥ പറയുന്നു, വിശ്വസ്തയോടെ നിൽക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ, അത് ചെറുതായാലും വലുതായാലും പൂർണ്ണ മനസ്സോടെ ചെയ്യണം. അതെ, നമ്മുടെ അനുസരണം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾക്ക് കാരണമായേക്കാം. മാതാപിതാക്കളെന്ന നിലയിൽ, ജോലിയിൽ, സഭയിൽ വിശ്വസ്തയോടെ തുടരുക. ശരിയാണ്. പിന്നെ അവസാനമായി, എല്ലാറ്റിനും മുകളിൽ നിൽക്കുന്ന ആ ദൈവിക നടത്തിപ്പിലുള്ള വിശ്വാസം. അതെ, അതാണ് ഈ അധ്യായത്തിന്റെ കാതൽ. ദാസനു മുമ്പേ പോയ ദൂതൻ കൃത്യസമയത്ത് കിട്ടിയ ഉത്തരം, ശരിയായ ആളെ കണ്ടുമുട്ടിയത്, ഇതൊന്നും യാദൃശ്ചികമല്ല. അല്ല, പിന്നിലെല്ലാം നിയന്ത്രിക്കുന്നൊരു ദൈവകരം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും എല്ലാം നമ്മുടെ കൺട്രോളിലാക്കാൻ ശ്രമിക്കും. ഈ കഥ പറയുന്നു, ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയിൽ ആശ്രയിക്കാൻ പഠിക്കണം. ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം ഇടപെടുന്നത് കാണാൻ ശ്രമിക്കണം. ഒരു കണ്ടുമുട്ടൽ, കേൾക്കുന്നൊരു വാക്ക്. അതെ, അതൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വഴികളാകാം. അവയോട് നല്ല രീതിയിൽ പ്രതികരിക്കുക. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമാധാനമുണ്ട്. ശരിയാണ്. ആ നാഹോരിന്റെ കിണറ്റിൻകര, അതൊരു പ്രത്യേക സ്ഥലമായി മാറിയല്ലേ? പ്രാർത്ഥന, ദൈവത്തിന്റെ ഉത്തരം, അനുസരണം എല്ലാം ഒരുമിച്ച് വന്നൊരിടം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കിണറുകൾ ഏതൊക്കെയാണ്? ഒരുപക്ഷേ നമ്മൾ ഉത്തരം കാത്തിരിക്കുന്ന സ്ഥലങ്ങൾ. അതൊരു നല്ല ചിന്തയാണ്. ഒരു ജീവിത പങ്കാളിയെ തേടുന്ന കാത്തിരിപ്പാകാം, ജോലിയിലൊരു പ്രതിസന്ധിയുടെ നടുവാകാം, ജീവിതത്തിലൊരു അർത്ഥം തേടിയുള്ള യാത്രയാകാം. അങ്ങനെയുള്ള നമ്മുടെ കിണറ്റിൻ കരകളിൽ വെച്ച് ആ ദാസനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? വ്യക്തമായിട്ട്. റിബേക്കയെപ്പോലെ മറ്റുള്ളവർക്ക് ഒരു സഹായമായി മാറാൻ, സേവിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവത്തിന്റെ സമയത്തിനായി വിശ്വസ്തയോടെ കാത്തിരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ സാധാരണ ദിവസങ്ങളെ, സാധാരണ സംഭവങ്ങളെ ദൈവം എങ്ങനെ അവിടുത്തെ വലിയ പദ്ധതിയുടെ ഭാഗമാക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. അവന്റെ കരുതൽ എപ്പോഴും കൂടെയുണ്ട്. വിശ്വസ്തയോടെ നമുക്ക് ഓരോ ചുവടും വെക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യഹോവയീരേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവമേ, ഉൽപ്പത്തി 24 അങ്ങയുടെ അത്ഭുതകരമായ നടത്തിപ്പിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിലും അങ്ങ് ഞങ്ങൾക്ക് മുമ്പായി ദൂതന്മാരെ അയച്ച് വഴിയൊരുക്കുന്ന കൃപയ്ക്കായി നന്ദി. കിണറ്റിൻകരയിലിരുന്ന് പ്രാർത്ഥിച്ച ആ വിശ്വസ്ത ദാസനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിലും അനിശ്ചിതത്വങ്ങളിലും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനും വ്യക്തമായ നടത്തിപ്പിനായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, റിബേക്കയെ പോലെ ഒരു സേവന മനസ്സ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സ്വഭാവം അങ്ങേക്ക് പ്രസാദകരവും മറ്റുള്ളവർക്ക് അനുഗ്രഹവുമായി തീരാൻ സഹായിക്കണമേ.
പുറമേയുള്ളതിനേക്കാൾ ആന്തരിക വിശുദ്ധിക്ക് പ്രാധാന്യം നൽകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുസരണത്തിന്റെ നല്ല മാതൃകകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അബ്രഹാമിനെയും ദാസനെയും റിബേക്കയെയും പോലെ അങ്ങയുടെ ഹിതത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാനും അങ്ങയുടെ പദ്ധതികൾക്കായി ഞങ്ങളെ വിട്ടുകൊടുക്കാനും സഹായിക്കണമേ. ഞങ്ങളുടെ അനുസരണം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറാൻ ഇടയാക്കണമേ. എല്ലാറ്റിനുമുപരിയായി കർത്താവെ, അങ്ങയുടെ പരമാധികാരത്തിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യവും അങ്ങയുടെ നിയന്ത്രണത്തിലാണെന്നും എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് സംഭവിക്കുന്നതെന്നും വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളും ആശങ്കകളും നീക്കി അങ്ങയിലുള്ള പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ജീവിത പങ്കാളികളെ തേടുന്നവർ, ജോലിയിൽ ബുദ്ധിമുട്ടുന്നവർ, ജീവിതത്തിൽ വഴി കാണാതെ നിൽക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യമായ നടത്തിപ്പ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. കാത്തിരിപ്പിന്റെ സമയങ്ങളിൽ അവരെ ബലപ്പെടുത്തണമേ. ശരിയായ സമയത്ത് അങ്ങ് അവർക്കായി അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, ഒരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി 24 ഈ കഥകൾ നിങ്ങളുടെ ജീവിതയാത്രയിലും ഒരു പ്രചോദനമായിരിക്കട്ടെ. ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ അയക്കാം. മറക്കരുത്, ഞങ്ങളുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ലഭ്യമാകും. അടുത്ത തവണ കാണുന്നതുവരെ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.